കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വർണ്ണ കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. ഓക്കെ, നമുക്ക് അടിപൊളിയായിട്ട് പങ്കെടുക്കാം അല്ലേ? പോ. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2. ബൈബിളിനെ അറിയുവാനും ബൈബിളിനെ സ്നേഹിക്കുവാനുമായി പാലക്കാട് രൂപത മാതൃവേദിയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദൈവവചനം വിരുന്നായി നൽകിയപ്പോൾ അവിടുത്തെ മുഖം കൂടുതൽ പ്രകാശമുള്ളതായി. ഇതാ നിങ്ങൾക്ക് മുൻപിൽ വീണ്ടും ഒരു പുതിയ എപ്പിസോഡുമായി ഞങ്ങൾ. പുത്തൻ പ്രതീക്ഷകളുമായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ടീം ധോണി, ടീം പട്ടാമ്പി, ടീം രാജഗിരി. നമുക്കിവരെ സസന്തോഷം സ്വാഗതം ചെയ്യാം. റോസ്ലിൻ, നമ്മുടെ കണ്ടസ്റ്റൻസ് ഇവിടെ തയ്യാറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോറും റെഡിയാണ്. ഇനി നമുക്ക് ക്വിസ് മാസ്റ്ററെ സ്വാഗതം ചെയ്യണ്ടേ? തീർച്ചയായും നമുക്ക് സ്വാഗതം ചെയ്യാം റെവറൻഡ് ഫാദർ ഡോക്ടർ അരുൺ കലമറ്റത്തിൽ. പെനുവേൽ, ദ ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ചൈതന്യമാർന്ന മുഖം. ദൈവത്തിൻ്റെ മുഖം ഭൂമിയിൽ അനാവൃതമായത് ഈശോയുടെ മനുഷ്യാവതാരത്തിലാണ്. വചനം മാംസമായി അവതരിച്ച ഈശോയാണ് ദൈവത്തിൻ്റെ മുഖം. ആ വചനത്തെയാണ് വിശുദ്ധഗ്രന്ഥത്തിൽ നിങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടിരുന്നത്. ആ മുഖമാണ് വിശുദ്ധഗ്രന്ഥത്തിൻ്റെ താളുകളിലൂടെ വിരചിതമായിരിക്കുന്നത്. ഏവർക്കും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. നമുക്കിന്ന് 3 ടീമുകൾ, ധോണി, രാജഗിരി, പട്ടാമ്പി. നിങ്ങൾ നന്നായി ഒരുങ്ങിയിട്ടുണ്ട് അല്ലേ? നന്നായി പഠിച്ചു, കുറേ കഷ്ടപ്പെട്ട് കാണും അല്ലേ? രാജഗിരിയിൽ ഈ ദിവസങ്ങളിൽ പഠനമല്ലാതെ വേറൊന്നും ഇല്ലായിരുന്നു എന്നാണ് കേട്ടത്. അങ്ങനെയാണോ? അങ്ങനെയൊന്നുമല്ല. പട്ടാമ്പിയിലോ ഈ നാളുകളിൽ വീടുകളിൽ പഠനമല്ലാതെ കഞ്ഞിവെക്കലൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു കേട്ടു? അങ്ങനെയൊന്നുമില്ല. അതിൻ്റെയൊക്കെ ഇടയിലാണ് നിങ്ങൾ പഠിച്ചത്. നന്നായി പഠിച്ചൊരുങ്ങിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നിങ്ങളുടെ 3 ടീമുകളുടെയും പെർഫോമൻസ് അത്ര നല്ലതായിരുന്നു. നിങ്ങൾ നന്നായി പഠിച്ചൊരുങ്ങി വന്ന് നന്നായി ഉത്തരങ്ങൾ പറഞ്ഞ് എല്ലാവരുടെയും മുക്തകണ്ഠമായ പ്രശംസയ്ക്ക് പാത്രമായി തീർന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഒരർത്ഥത്തിൽ ഏറ്റുമുട്ടുമ്പോൾ കാണികൾക്ക് അതൊരു ആവേശോജ്വലമായ കാഴ്ച കൂടിയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ മത്സരത്തിൻ്റെ പ്രത്യേകത, നാളിതുവരെ 2 ടീമുകൾ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കപ്പെടുമായിരുന്നെങ്കിൽ ഇനി നിങ്ങളിൽ നിന്ന് ഒരാൾ മാത്രമാണ് അടുത്ത ഘട്ടത്തിലുണ്ടാവുക. 2 ടീമുകൾക്ക് പിൻവാങ്ങേണ്ടതായിട്ട് വരും. അത് നിങ്ങളെ അല്പം സമ്മർദ്ദത്തിലാഴ്ത്തുന്നുണ്ടെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ആവേശോജ്വലമായ ഒരു മത്സരത്തിൻ്റെ കാഴ്ച കൂടി പ്രദാനം ചെയ്യുന്നതാണ്. ഇതൊരു മത്സരത്തിൻ്റെ അപ്പുറത്ത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിലൂടെ അനാവൃതമാകുന്ന ഈശോയുടെ മുഖം കാണാനുള്ള ശ്രമമാണ് എന്നുള്ളതാണ് മത്സരത്തിനപ്പുറത്ത് നമ്മളെ ഓർമ്മിപ്പിക്കേണ്ട, സന്തോഷിപ്പിക്കേണ്ട ഘടകം. നമ്മൾ ആരംഭിക്കുകയാണ്. പരമാവധി പോയിന്റുകൾ ശേഖരിച്ചു വെച്ച് മത്സരത്തിൻ്റെ ആദ്യ ലാപ്പ് ഓടിത്തുടങ്ങാനുള്ള അവസരമാണിത്. നിങ്ങൾ തയ്യാറാണോ? തയ്യാറാണ്. ഇതിൻ്റെ ക്രമീകരണം ഇങ്ങനെയാണ്. ഞാൻ ചോദ്യം ഒരു ടീമിന് നൽകുമ്പോൾ അവരുത്തരം ആലോചിച്ചുകൊണ്ടിരിക്കെ മറ്റ് 2 ടീമുകളും തങ്ങളുടെ ഉത്തരം രേഖപ്പെടുത്തും. ശരി ഉത്തരം പറയുന്ന ചോദ്യം ലഭിച്ച ടീമിന് 30 പോയിന്റും ശരി ഉത്തരം എഴുതിയ ടീമുകൾക്ക് 20 പോയിന്റുമാണ് ലഭിക്കാനിരിക്കുന്നത്. അതായത് ഓരോ ചോദ്യത്തിനും പോയിന്റ് നേടാനുള്ള സാധ്യത തുറന്നിടുകയാണ് ഈ റൗണ്ടിൽ. നമുക്ക് ആരംഭിക്കുന്നത് സ്വാഭാവികമായും ധോണിയിൽ നിന്നാണ്.
ഈശോ പറയുകയാണ്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ആത്മാവ് 3 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ 3 കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കും. ഒന്നാമത്തേത് പാപത്തെക്കുറിച്ചാണ്, രണ്ടാമത്തേത് ന്യായവിധിയെക്കുറിച്ചാണ്, മൂന്നാമത്തേത് എന്താ? ഒരാളെ ഉത്തരം പറയാൻ അനുവദിക്കില്ല. എഴുതിക്കൂ. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാം. എഴുതി കഴിഞ്ഞോ? ക്യാപ്പിയർപ്പൻ, റോസലിൻ, ഹിമ അവരെ ഉത്തരങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് പോകാം. ധോണി, നിങ്ങളുടെ ഉത്തരം എന്താണ്? നീതിയെക്കുറിച്ചാണ്. അപ്പോൾ ആ 3 കാര്യങ്ങളൊന്നും ഒരുമിച്ച് പറഞ്ഞ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. രാജഗിരിയുടെ ഉത്തരം എന്താണ്? നീതിയെക്കുറിച്ച്. പട്ടാമ്പി? നീതിയെക്കുറിച്ച്. ടീം ധോണിക്ക് 30 പോയിന്റുകൾ, രാജഗിരിക്ക് 20, പട്ടാമ്പിക്ക് 20. അഭിനന്ദനങ്ങൾ. ടീം രാജഗിരി, നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ടീം 10 പോയിന്റിൻ്റെ ലീഡിലാണിപ്പോൾ. പക്ഷേ ഇത് നിങ്ങൾക്കുള്ള അവസരമാണ്. രാജഗിരിയിൽ എന്താണ് സാധാരണ ആളുകളുടെ ജോലിയൊക്കെ? കൃഷിയൊക്കെയാണോ? കൃഷിക്കാരുണ്ട്, ജോലിക്കാരും ഉണ്ട്, എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ വലിയ സമ്പന്നരും ധനാഢ്യരും ഒക്കെ ആളുകളാണോ രാജഗിരിയിലുള്ളത്? ഒരുപാട് സമ്പന്നരായിട്ടുള്ളവരൊന്നുമില്ല, കഷ്ടപ്പാടൊക്കെ ഉണ്ട് ഉണ്ട്. അല്ലെ? ജീവിതമല്ലേ, കുറച്ച് കഷ്ടപ്പാടൊക്കെ വേണം എന്നാണ്. ഈശോ പറയുകയാണ്, ഭൂമിയിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ. എന്തുകൊണ്ടാണ് ഈശോ ധൈര്യമായിരിക്കാൻ പറഞ്ഞത്? അതാണ് ഭൂമിയിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, പക്ഷെ നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ. എന്തുകൊണ്ടാണ്? എഴുതി. രാജഗിരി, ഉത്തരം അറിയാലോ അല്ലേ? അറിയാം. ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. എന്താണ് പട്ടാമ്പിയുടെ ഉത്തരം? ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ധോണിയുടെ ഉത്തരം? ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. കുഴപ്പമില്ല. ലോകത്തെ കീഴടക്കി എന്ന് പറഞ്ഞാലും ജയിച്ചു എന്ന് പറഞ്ഞാലും സമാനമായ അർത്ഥമാണ് എന്നുള്ളത് കൊണ്ട് ടീം രാജഗിരിക്ക് 30 പോയിന്റും മറ്റ് 2 ടീമുകൾക്ക് 20 പോയിന്റും ലഭിക്കുകയാണ്. പട്ടാമ്പി, ഈശോ അപ്പോസ്തലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ചിട്ടുണ്ട്, സുവിശേഷത്തിൽ വായിച്ചിട്ടുണ്ട്. അപ്പോസ്തലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോ അവര് സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി താൻ എന്തു ചെയ്തുവെന്നാണ് ഈശോ പറഞ്ഞത്. അപ്പോസ്തലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോ അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചു. അതിനുവേണ്ടി താൻ എന്ത് ചെയ്തുവെന്നാണ് ഈശോ പറഞ്ഞത്. സെക്കൻഡ് സമയം കടന്നിരിക്കുന്നു. പട്ടാമ്പി, ഉത്തരം അറിയാമോ? പറഞ്ഞു നോക്കാം. അങ്ങനെയാണോ അതോ കൃത്യമായി അറിയാമോ? പറഞ്ഞു നോക്കാം, പറയും. ഞാൻ വചനത്താൽ അവരെ വചനം കൊടുത്തു. ഉത്തരം അത്ര വ്യക്തമല്ലാത്തത് കൊണ്ടാണ് ശബ്ദവും താന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയാണോ? ഞാൻ വചനത്താൽ അവരെ ശുദ്ധീകരിച്ചു. ഉത്തരം ശരിയല്ല. ധോണി, ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അവർക്ക് വേണ്ടി എന്നുണ്ടോ? കുഴപ്പമില്ല. ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ടീം രാജഗിരി, ഉത്തരം ശരിയല്ല. ഉത്തരം ഞങ്ങൾ എഴുതിയിരിക്കുന്നത് നിങ്ങൾ എഴുതിയത് പറയൂ. അങ്ങ് എന്നെ വിശുദ്ധീകരിച്ചതുപോലെ. അങ്ങ് എന്നെ വിശുദ്ധീകരിച്ചതുപോലെ എന്നാണ് നിങ്ങൾ എഴുതിയത് അല്ലേ? ഉത്തരം ശരിയല്ല. ടീം ധോണിയുടെ ഉത്തരം ശരിയാണ്. ടീം ധോണിക്ക് ലഭിക്കുന്നു 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ.
ഈ ഘട്ടം ആരംഭിച്ചിട്ട് ആദ്യമായിട്ടാണ് ആദ്യത്തെ റൗണ്ടിൽ പോയിന്റ് നേടാത്ത 2 ടീമുകളെ കാണാൻ കഴിയുന്നത്. സാരമാക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ റൗണ്ടുകൾ ഇനിയും ധാരാളമായി കിടക്കുകയാണ്. ഈ ചോദ്യത്തോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ എന്താണ് സ്കോർ നില എന്ന് നമുക്ക് അന്വേഷിക്കാം. നമുക്കൊരു ഏകദേശ ധാരണയുണ്ട് ഇവരുടെ പോയിന്റുകൾ എന്താണെന്ന്. എങ്കിലും റോസലിൻ, ഹിമ, ആദ്യ റൗണ്ട് ഇവിടെ പൂർത്തിയാകുമ്പോൾ ഇവർ നേടിയിരിക്കുന്നു ധോണി 70 പോയിന്റുകൾ, രാജഗിരി 50 പോയിന്റുകൾ, പട്ടാമ്പി 40 പോയിന്റുകൾ. ബെസ്റ്റ് റൗണ്ട് ആണ് പലപ്പോഴും ഈ ഘട്ടത്തിൽ കാര്യങ്ങൾക്കൊരു തീരുമാനം വരുത്താറുള്ളത്. നിങ്ങൾ പലർക്കും ബെസ്റ്റ് റൗണ്ട് വലിയ ഇഷ്ടമാണ് എന്ന് എനിക്കറിയാം. കാരണം പരമാവധി പോയിന്റുകൾ നേടിയെടുക്കാനുള്ള അവസരമാണ് ബെസ്റ്റ് റൗണ്ട് നിങ്ങളുടെ മുൻപിൽ തുറന്നിരുന്നത്, അല്ലേ? കൂടുതൽ പഠിച്ചവർക്ക്, കൂടുതൽ വ്യക്തതയുള്ളവർക്ക് കൂടുതൽ പോയിന്റ് നേടാനുള്ള അവസരമാണത്. ആശങ്കപ്പെടുന്നവർ ആശങ്കപ്പെട്ട് നിൽക്കെ വ്യക്തതയുള്ളവർ കയറിപ്പോകുമെന്നുള്ളതാണ് ഈ റൗണ്ടിൻ്റെ ഒരു പ്രത്യേകതയും നന്മയും. ക്വിസ് മാസ്റ്ററെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം ഞാനായിട്ടൊരു ചോദ്യം ആർക്കും കൊടുക്കേണ്ടി വന്നില്ലല്ലോ എന്നുള്ളതാണ്. ചോദ്യം എല്ലാവർക്കുമായി തരുന്നു, ഞാൻ നീതിപൂർവ്വം പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഉത്തരം ആര് പറയണം എന്നുള്ള അവസരം, ചോയ്സ്, അത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു. നിങ്ങൾ ബസർ ചെയ്യുകയും നിങ്ങളുടെ ഉത്തരം ശരിയാവുകയും ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 30 പോയിന്റാണ്. ബസർ ചെയ്തിട്ട് ഉത്തരം പറയാതിരുന്നാലോ ഉത്തരം തെറ്റിയാലോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതിൽ നിന്ന് 10 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. ഉത്തരം തെറ്റാണെങ്കിൽ ആ ചോദ്യം പാസ് ചെയ്യും നിങ്ങളുടെ വലതുവശത്ത് നിൽക്കുന്ന ടീമിലേക്ക്. വ്യക്തമാണല്ലോ? ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം. പിതാവേ, ലോകം അങ്ങയെ അറിഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ അങ്ങയെ അറിഞ്ഞിരിക്കുന്നു. എന്നെ അവിടുന്നാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. ഈശോ പിതാവിനെ അഭിസംബോധന ചെയ്യുന്നത് ഒരു വിശേഷണത്തോടു കൂടിയാണ്. ധോണി, ചോദ്യം പൂർത്തീകരിക്കാൻ എന്നെ അനുവദിച്ചില്ല. ഉത്തരം പറ. നീതിമാനായ പിതാവേ. നീതിമാനായ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈശോ ഈ കാര്യങ്ങളെല്ലാം തുടർന്ന് പറയുന്നത്. അഭിനന്ദനങ്ങൾ ടീം ധോണി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. എൻ്റെ പിതാവേ എന്നോ പരിശുദ്ധനായ പിതാവേ എന്നോ ഒന്നുമല്ല, നീതിമാനായ പിതാവേ എന്ന് വിളിച്ചിട്ടാണ് ഈശോ തുടർന്ന് ഇങ്ങനെ പറയുന്നത്. പിതാവേ, ലോകം അങ്ങേ അറിഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ അങ്ങേ അറിഞ്ഞിരിക്കുന്നു. എന്നെ അവിടുന്നാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു എന്ന് ഈശോ തുടർന്ന് പ്രാർത്ഥിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സന്ദർഭം, ഈശോ പീലാത്തോസിൻ്റെ മുൻപിൽ വിചാരണ ചെയ്യപ്പെടുകയാണ്. സുദീർഘമായ ഒരു വിചാരണയാണ് അത്. 18-ാം അധ്യായത്തിലും 19-ാം അധ്യായത്തിലും ആ വിചാരണയുടെ വിശദാംശങ്ങൾ നാം കാണുന്നുണ്ട്. 18-ാമത്തെ അധ്യായത്തിൽ ഈശോ പീലാത്തോസിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതായി കാണാം. എന്നാൽ പീലാത്തോസിൻ്റെ ഒരു ചോദ്യത്തിന് രാജഗിരി, ഞാൻ എന്താണ് ചോദിക്കുന്നതെന്ന് വല്ല പിടിപാടുണ്ടോ? ചെറിയൊരു പ്രതീക്ഷ, ഒരു സംശയമൊക്കെ ഉള്ളതിൽ നിന്ന് 10 പോയിന്റ് പോകുമോ? സാരമില്ല. എന്നാൽ ഉത്തരം പറയാം, ഉത്തരം മാത്രമേ പറയാവൂ. എന്താണ് സത്യം? ചോദ്യം പൂർത്തീകരിക്കും. ഈ 18-ാം അധ്യായത്തിൽ ഈശോ പീലാത്തോസിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതായി കാണാം. എന്നാൽ പീലാത്തോസിന്റെ ഒരു ചോദ്യത്തിന്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് ഈശോ ഉത്തരം നൽകുന്നില്ല. ഏതാണ് ആ ചോദ്യം എന്നതായിരുന്നു എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിനാണ് ഈശോ ഉത്തരം കൊടുക്കാതിരുന്നത്. ആ ചോദ്യത്തിനാണ് നിങ്ങൾ ഉത്തരം തന്നത്. അതിൻ്റെ ഉത്തരം എന്തായിരുന്നു? എന്താണ് സത്യം എന്ന നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം രാജഗിരി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. എന്താണ് സത്യം? വചനമാണ് സത്യം. വചനമാണ് സത്യം. എന്തുകൊണ്ടാണ് ഈശോ മിണ്ടാതിരുന്നത്? അതറിയില്ല, അച്ഛനോട് ചോദിക്കണം എന്ന് വിചാരിച്ചു. അവിടുത്തെ പിതാവ്, ഈശോ പ്രവർത്തിക്കുന്നത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പിതാവെ, അവിടുത്തെ വചനമാണ് സത്യം എന്ന് ഈശോ പറയുന്നുണ്ട്, പിതാവിനോട് സംസാരിക്കുന്നുണ്ട്. സത്യത്തിൽ ആരാണ് വചനം? ഈശോ തന്നെയാണ് വചനം. അതുകൊണ്ട് സത്യം ആരാണ്? യേശു തന്നെ. അപ്പോൾ എന്താണ് സത്യം എന്നുള്ള പീലാത്തോസിന്റെ ചോദ്യം തന്നെ തെറ്റാണ്. ആരാണ് സത്യം എന്ന് വേണം ചോദിക്കാൻ, അല്ലേ? പീലാത്തോസ് ചോദിക്കുകയാണ് എന്താണ് സത്യം. അപ്പോൾ ഈശോ മിണ്ടുന്നില്ല. അതെന്താ മിണ്ടാത്തത്? മിണ്ടേണ്ട കാര്യമില്ലല്ലോ, മുൻപിൽ നിൽക്കുകയല്ലേ. ഈശോ തന്നെ മുൻപിൽ നിൽക്കുമ്പോൾ ആ ഈശോയോട് ചോദിക്കുകയാണ് എന്താണ് സത്യം. ഞാനിതാ ഇവിടെ നിൽക്കുന്നു എന്നുള്ള ഈശോയുടെ അവിടെയുള്ള ആ സാന്നിധ്യം തന്നെയാണ് അതിൻ്റെ ഉത്തരം. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ആ സത്യത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. സത്യമാകുന്ന ഈശോയെ കണ്ടെത്തുക, സത്യദൈവത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. വചനം പഠിക്കുന്ന ഒരാൾ കണ്ടെത്തുന്നത് സത്യദൈവത്തെയാണ്. പലരും ചോദിക്കാറുണ്ട് എന്താണ് സത്യം. നമ്മളൊക്കെ സത്യം പറയുന്നവരോ സത്യം ഉപയോഗിക്കുന്നവരോ ഒക്കെയാണ്. പക്ഷേ ദ ട്രൂത്ത്, സത്യം
മനുഷ്യ രൂപം പ്രാപിച്ചത്, സത്യം തന്നെയായിരിക്കുന്നത് അത് ഈശോയാണ്. അതുകൊണ്ടാണ് ബിലാസോസിൻ്റെ ചോദ്യത്തിന് ഈശോ മറുപടി പറയാതിരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. ഇത് ഒരു പഴയ നിയമ പുസ്തകത്തിൽ നിന്നുള്ള പട്ടാമ്പി. നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ്റെ ചോദ്യം എന്തായിരിക്കുമെന്നാണോ, അതോ അതിൻ്റെ ഉത്തരമോ? ഉത്തരം പറയൂ. ഉത്തരം മാത്രമേ പറയാവൂ. സങ്കീർത്തനം എന്നാണ് നിങ്ങളുടെ ഉത്തരം. ചോദ്യം പൂർത്തീകരിക്കാം. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. ഇതൊരു പഴയ നിയമ പുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. അതൊരു പ്രവചനം പോലെ ഈശോയുടെ കുരിശുമരണ സമയത്ത് പൂർത്തിയാവുകയാണ്. ഏത് പുസ്തകത്തിൽ നിന്നാണത് എന്നതായിരുന്നു ചോദ്യം. ടീം പട്ടാമ്പിയുടെ ഉത്തരം തെറ്റാണ്. പാസ് ചെയ്യപ്പെടുകയാണ് ടീം ധോണി. സക്കറിയായുടെ പുസ്തകത്തിൽ. ഉത്തരം ശരിയാണത് സക്കറിയായുടെ പുസ്തകത്തിൽ നിന്നാണ്. വാക്യവും അധ്യായവും പറയാൻ പറ്റുമോ? 9-ാം അധ്യായം. ശകലം മാറിപ്പോയിട്ടുണ്ട്. ഒരു 3 അധ്യായം കൂടെ കിടക്കണം. 9 കഴിഞ്ഞ് 3 12-ാം അധ്യായം 10-ാം തിരുവചനമാണ്. നിങ്ങൾ ഓർത്തെടുത്തു. അതെങ്ങനെയാണെന്ന് അറിയാമോ ആ വചനം? സഖറിയായുടെ പുസ്തകത്തിൽ ഇത് ചോദ്യത്തിന്റെ ഭാഗമൊന്നുമല്ല, അതിങ്ങനെയാണ്. അപ്പോൾ തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്നതുപോലെ അവർ കരയും, ആദ്യജാതനെ പ്രതി എന്നതുപോലെ ദുഃഖത്തോടെ വിലപിക്കും. ടീം ധോണി, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം പട്ടാമ്പി 10 പോയിന്റ് തിരിച്ചു തരേണ്ടി വരുമല്ലോ. തരാല്ലേ? എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ? ഉണ്ടോ? എങ്കിൽ സ്നേഹത്തോടെ ആ 10 പോയിന്റ് തന്നോളൂ. അങ്ങനെ ക്വിസ് മാസ്റ്ററും സ്കോർ ബോർഡ് തുറന്നിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റെഡി? വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസ് ലേഖനത്തിൽ വിവാഹത്തിൻ്റെ അന്തസത്തയെക്കുറിച്ചുള്ള കത്തോലിക്ക പ്രബോധനം വ്യക്തതയോടെ, കൃത്യതയോടെ അവതരിപ്പിക്കുന്നുണ്ട്. വിവാഹം 2 കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ അധിഷ്ഠിതമാണ് എന്ന് രാജഗിരിയാണ്, അല്ലേ? രാജഗിരിയാണ് പ്രസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ ചോദ്യവും പൂർത്തിയാക്കിയില്ല. 10 പോയിന്റ് കൂടി തന്ന് എന്നെ സമ്പന്നനാക്കാനുള്ള ഉദ്ദേശമാണെന്ന് തോന്നുന്നു. ഉത്തരം പറ. ഉത്തരം മാത്രമേ പറയാവൂ. തിരുസഭയും ഈശോയുമായുള്ള ബന്ധത്തോടാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തെ. വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസ് ലേഖനത്തിൽ വിവാഹത്തിൻ്റെ അന്തസത്തയെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. വിവാഹം 2 കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ അധിഷ്ഠിതമാണ് എന്നാണ് വിശുദ്ധ പൗലോസ് ആവർത്തിച്ച് പഠിപ്പിക്കുന്നത്. ഏതൊക്കെ തമ്മിലുള്ള ബന്ധമാണ് അത്, അഥവാ ഏതൊക്കെ തമ്മിലുള്ള ബന്ധത്തിൽ അധിഷ്ഠിതമാണ് വിവാഹം എന്നതായിരുന്നു ചോദ്യം. ടീം രാജഗിരിയുടെ ഉത്തരം ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം എന്നതായിരുന്നു. ആ ഉത്തരം ശരിയാണ്. ടീം രാജഗിരി, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഇത് വിവാഹിതരാകുന്ന ഏവരും, അമ്മമാരായ നിങ്ങളും കൃത്യതയോടുകൂടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ദൈവിക രഹസ്യമാണ്. വിവാഹത്തെക്കുറിച്ച്, കത്തോലിക്ക വിവാഹത്തെക്കുറിച്ചുള്ള തിരുസഭയുടെ പ്രബോധനം, ഈശോയുടെ പ്രബോധനം, അത് ലോകത്തിലെ മറ്റെല്ലാ വിവാഹ സങ്കല്പങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. മറ്റെല്ലാ സമൂഹങ്ങൾക്കും വിവാഹമെന്ന് പറയുന്നത് 2 പേർ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് പോലെയാണെങ്കിൽ, ഒരു സാമൂഹിക ആചാരമാണെങ്കിൽ, ഒരു ബയോളജിക്കൽ റിയാലിറ്റി ആണെങ്കിൽ, തിരുസഭയിലത് ക്രിസ്തുവും തിരുസഭയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രതിഫലനമാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ വിവാഹത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോഴൊക്കെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അതങ്ങനെ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യയാകട്ടെ ഭർത്താവിന്. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് വിവാഹത്തെക്കുറിച്ചുള്ളതെല്ലാം നിങ്ങളോട് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ക്രിസ്തുവിനോടോ സഭയോടോ ഹൃദയം കൊണ്ടെങ്കിലും അകലുന്നതോടുകൂടെ നിങ്ങൾക്ക് നഷ്ടമാകാൻ പോകുന്നത് വിവാഹത്തിൻ്റെ കൗദാശിക പ്രസാദവരമാണ്. നമ്മൾ ഓർക്കണം, കുടുംബങ്ങളെ സാരമായി ബാധിക്കുന്ന ഒരു വിഷയമാണത്. ക്രിസ്തുവിനോടോ സഭയോടോ അകന്നാൽ, ഹൃദയം കൊണ്ടകന്നാൽ, പ്രവൃത്തികൾ കൊണ്ടകന്നാൽ, അതാദ്യം അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് കുടുംബങ്ങളെ തന്നെയാണ്. കാരണം സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തിലേക്കാണ് നിങ്ങളെ ഒരുമിച്ചാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വിവാഹമോചനം എന്നൊന്ന് കത്തോലിക്ക സഭയിൽ ഇല്ലാത്തത്. കാരണം ക്രിസ്തുവും സഭയും ഒന്നാണ്. അവർ ഇനി ഒരിക്കലും വേർപിരിയുകയില്ല.
അതുകൊണ്ട് ആ സാദൃശ്യത്തിൽ ഒന്നായി തീർന്ന ഭാര്യയും ഭർത്താവും എന്നേക്കും ഒന്നാണ്, അവർ പിരിയുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഈ ചോദ്യത്തോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുമ്പോൾ എന്താണ് സ്കോർ നില, ആരൊക്കെയാണ് മുൻപിൽ നിൽക്കുന്നതെന്നറിയാൻ കൗതുകമുണ്ട്. റോസലിൻ, ഹിമ. ബസ് റൗണ്ട് ഇവിടെ പൂർത്തിയാകുമ്പോൾ ടീം ധോണി നേടിയിരിക്കുന്നു 120 പോയിന്റുകൾ. ടീം രാജഗിരി നേടിയിരിക്കുന്നു 110 പോയിന്റുകൾ. ടീം പട്ടാമ്പി നേടിയിരിക്കുന്നു 30 പോയിന്റുകൾ. ബസ് റൗണ്ടിൻ്റെ ടെൻഷനൊക്കെ ഒന്ന് കുറയാവുന്ന വളരെ എളുപ്പമുള്ള റൗണ്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. വിഷ്വൽ റൗണ്ടാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ചിത്രം തിരിച്ചറിയുക എന്നത് മാത്രമാണ്. ആദ്യത്തെ അവസരം ടീം രാജഗിരിക്കുള്ളതാണ്. ടീം രാജഗിരി, ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? ചോദ്യം: ലക്ഷക്കണക്കിന് ആളുകളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് KCBC പ്രതിനിധി സംഘം കേരള മുഖ്യമന്ത്രിയെ സന്ദർശിക്കുന്നതാണ് ചിത്രത്തിൽ. സ്വാഭാവിക നീതി നിഷേധിക്കപ്പെടുന്ന സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടനയെ തന്നെ തകർക്കുന്ന ഏത് പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രതിനിധി സംഘം മുഖ്യമന്ത്രിയെ സന്ദർശിച്ചത്? ബഫർ സോൺ വിഷയവുമായി ബന്ധപ്പെട്ട്. ഉത്തരം ശരിയാണ് ടീം രാജഗിരി. ബഫർ സോൺ വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് KCBCയുടെ ഈ പ്രതിനിധി സംഘം കേരള മുഖ്യമന്ത്രിയെ സന്ദർശിക്കുന്നത്. ടീം രാജഗിരിക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. കേരളത്തിലെ വലിയൊരു പങ്ക് ആളുകൾ കുടിയിറക്കപ്പെടുകയോ ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ബഫർ സോൺ വിഷയം. മനുഷ്യനേക്കാൾ വന്യമൃഗങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കുന്നുവെന്ന് നാട് മുഴുവനും കേണുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് ഇത് അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. സാമൂഹിക പ്രസക്തിയുള്ള, കാലിക പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം അത് ടീം പട്ടാമ്പിക്കുള്ളതാണ്. പട്ടാമ്പി. കത്തോലിക്ക പുരോഹിതനായ ഇദ്ദേഹമാണ് എല്ലാ മാസവും ഏറിയും കുറഞ്ഞും കാണപ്പെടുന്ന ചന്ദ്രഗോളത്തിൻ്റെ വ്യക്തമായ വ്യാസം ഭൂമിയിലിരുന്ന് കണ്ടുപിടിച്ചത്. സൂര്യൻ്റെ ഇരുവശത്തും ദൃശ്യമാകുന്ന പർഹീലിയ എന്ന പ്രതിഭാസം ആദ്യമായി വിശദീകരിച്ചതുൾപ്പെടെ നിരവധി ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളുടെയും തുടക്കക്കാരനാണ് കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞനായ ഇദ്ദേഹം. ഫ്രഞ്ച് തത്വചിന്തകൻ, വാനനിരീക്ഷകൻ, ഗണിതശാസ്ത്രജ്ഞൻ എന്നീ നിലകളിലെല്ലാം പ്രവർത്തനനിരതനായിരുന്ന അക്കാലഘട്ടത്തിലെ പാരീസിലെ അറിയപ്പെടുന്ന ബൗദ്ധിക നേതാവ് കൂടിയായിരുന്ന ഈ വൈദികൻ ആരാണ്? പിയറി ഗസൻഡി. ഉത്തരം ശരിയാണത്. ഫാദർ പിയറി ഗസൻഡിയാണ്. ടീം പട്ടാമ്പി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം അത് ടീം ധോണിക്കുള്ളതാണ്. ധോണി, ചോദിക്കട്ടെ. ചോദ്യം: കോവിഡ് മൂലമുണ്ടായ 2 വർഷത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം നടന്ന ഒരു പ്രൗഢഗംഭീര പ്രോലൈഫ് മാർച്ചാണ് ചിത്രത്തിൽ കാണുന്നത്. ഗർഭചിത്രം ഭരണഘടനാ അവകാശമല്ലെന്ന് US സുപ്രീം കോടതി പ്രഖ്യാപിച്ചതിനെ പ്രകീർത്തിക്കുവാനുള്ള ഒരവസരം കൂടിയാണ് റാലി ഫോർ ലൈഫ് എന്ന ഈ മാർച്ച് സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ. ഈ മാർച്ചിൻ്റെ പ്രമേയം ഗർഭചിത്രം പുനർവിചിന്തനം ചെയ്യുക എന്നതായിരുന്നു. നിരവധി മലയാളികളും അണിനിരന്ന ഈ മാർച്ച് നടന്നത് എവിടെയാണ്? ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം അല്ലേ? കൊടുക്കാം. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ? കിട്ടി. ആ ഉത്തരത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസമുണ്ട്? ഉറപ്പാണ്? എങ്കിൽ പറയൂ. അയർലൻഡ്. അയർലൻഡാണ്. അയർലൻഡിലെ ഡബ്ലിനിലാണ് ഈ റാലി നടക്കുന്നത്. ടീം ധോണി, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. 10 പോയിന്റ് നിങ്ങൾക്ക് കുറയും. കാരണം ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്തോടെയാണ് ഉത്തരം പറഞ്ഞത്. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ പ്രോലൈഫ് മാർച്ച് വളരെ പ്രസക്തമാണ്, പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ. ഇതിൻ്റെ പിറകിൽ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ലോകത്തിൽ അനേകം രാജ്യങ്ങൾക്ക് ഗർഭചിത്രം നിയമാനുസൃതമാക്കാൻ പ്രചോദനം നൽകിയ ഒരു രാജ്യം അമേരിക്കയായിരുന്നു. എന്നാൽ ആ അമേരിക്ക തൊട്ടടുത്ത കാലഘട്ടത്തിൽ അതിൻ്റെ പരമോന്നത നീതിപീഠം പ്രഖ്യാപിച്ചു ഗർഭചിത്രം അവകാശമല്ല എന്ന് പ്രഖ്യാപിച്ചു. അതൊരു വലിയൊരു മുന്നേറ്റമാണ്. ലോകത്തിൽ ഭാരതം പോലും
ഗർഭചിത്രത്തെ MTP ആക്ട് എന്നാണ് അതിന് പറയുന്നത്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്. ഒത്തിരി ലൂപ്പ് ഹോൾസ് ഉള്ള, അബോർഷനെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിയമമാണ്. മനുഷ്യ ജീവനെതിരെ, മനുഷ്യൻ്റെ മഹത്വത്തിനെതിരെയുള്ള ഒരു നിയമമാണ്. അതുപോലും പ്രചോദിപ്പിക്കപ്പെട്ടിരുന്ന ഒരു ഉറവിടം അത് അമേരിക്കൻ നീതിപീഠത്തിൻ്റെ കാഴ്ചപ്പാടുകളായിരുന്നു. പക്ഷേ പൊടുന്നനവേ ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ടെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം, അവരത് തിരുത്തി. മറ്റ് രാജ്യങ്ങളും അത് തിരുത്തട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ഓരോ രാജ്യത്തിലും ഓരോ നിമിഷവും നടക്കുന്ന ഗർഭചിത്രങ്ങൾ ആയിരക്കണക്കിനാണ് കൊല്ലപ്പെടുന്നത്. ഒരു രാജ്യത്തെ സംബന്ധിച്ച് ആ രാജ്യത്തിൻ്റെ നീതിപീഠത്തിൻ്റെയൊക്കെ പ്രാഥമികമായ ദൗത്യം എന്ന് പറയുന്നത് ജീവനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഹെൽമെറ്റ് വെക്കാതെ നമ്മൾ യാത്ര ചെയ്യുകയാണെന്ന് വിചാരിക്കുക, പോലീസുകാർ തടയും, എന്നിട്ട് നമ്മളോട് ഫൈൻ അടയ്ക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ പറയുകയാണെന്ന് വിചാരിക്കുക, എൻ്റെ തലയാണ് സാറേ, എനിക്ക് കുഴപ്പമില്ല, ഞാനത് പൊട്ടിയെന്ന് ഓർത്ത് എനിക്ക് സങ്കടമില്ല, പിന്നെ എന്താ കുഴപ്പം ഇവിടെ എന്ന് ചോദിച്ചാൽ അവർ സമ്മതിക്കില്ല. അവർ പറയും നിൻ്റെ തലയാണെങ്കിലും അത് പൊട്ടാൻ പാടില്ല, കാരണം ജീവൻ നിൻ്റെയാണെങ്കിലും അത് രാജ്യത്തിൻ്റെ കൂടെ സ്വത്താണ്, ജീവൻ്റെ അധികാരി നീയല്ല, വേറെ ചിലരാണ് എന്ന് രാജ്യം നിങ്ങളോട് പറയും. അതുകൊണ്ട് നിങ്ങളുടെ തല പൊട്ടിപ്പോകാനും നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാൻ പോലും രാജ്യം അനുവദിക്കില്ല. അങ്ങനെ ഇരിക്കെ ഒരു വ്യക്തിയുടെ ജീവനെ സംരക്ഷിക്കാനുള്ള സകല നിയമങ്ങളും നിലനിൽക്കെ, അതിനെതിരെ പ്രവർത്തിക്കുന്നവർക്ക് ശിക്ഷയുണ്ടായിരിക്കെ, പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത ഒരു കുഞ്ഞിനെ, നിഷ്കളങ്കനായ ഒരു കുഞ്ഞിനെ, ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവം പിഞ്ചു കുഞ്ഞിനെ ഗർഭത്തിലിട്ട് കൊന്നുകളയുന്നത് അവകാശമാണെന്ന് കൂടെ ആ നീതിപീഠം പറയുമ്പോൾ വൈരുദ്ധ്യമാണതെന്ന് പറയാനുള്ള നെഞ്ചുറപ്പ് നമുക്കുണ്ടാകണം. അതിനെതിരെ നമ്മൾ സംസാരിക്കണം, നമ്മളത് ഓർക്കണം. ഈ റൗണ്ടിൻ്റെ അടുത്ത ഘട്ടം അത് ഹെൽപ്പ് ഡെസ്കിനുള്ളതാണ്. നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എന്ന് എനിക്കറിയാം, അല്ലേ? ഭയപ്പെട്ട് കാത്തിരിക്കുകയായിരുന്നോ, സന്തോഷത്തോടെ കാത്തിരിക്കുകയായിരുന്നു? ക്വസ്റ്റ്യൻ ആരംഭിക്കേണ്ടത് ടീം രാജഗിരിയിൽ നിന്നാണ്. നിങ്ങളും ചെയ്യേണ്ടത് തന്നെയാണ്. ചിത്രം തിരിച്ചറിയുക, ഉത്തരം പറയുക. റെഡിയാണോ? റെഡിയാണ്. വിഷ്വലിലേക്ക് പോകാം. വിഷ്വൽ. എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്? എന്താണ് ആ സന്ദർഭം? ഉത്തരം കിട്ടി. പറയും. യേശുവിനെ ബന്ധിക്കാൻ വരുന്ന സീനാണ് കാണിച്ചത്. ഒരു ഗണം പടയാളികളും ഫരിസേയരുടെയും സേവകരുടെയും പുരോഹിത പ്രമുഖരുടെയും അടുത്തു നിന്നുള്ള സേവകരും കൂടെ യേശുവിനെ പന്തങ്ങളും വടികളുമായിട്ട് യേശുവിനെ ബന്ധിക്കാൻ വരുന്നതാണ്. ഉത്തരം പരിപൂർണമായി ശരിയാണ് ടീം രാജഗിരി. നിങ്ങൾ ആ സീൻ മുഴുവനും വിശദീകരിച്ചു. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. ടീം പട്ടാമ്പി, വിഷ്വൽ. ഇവർ എന്താണ് ചെയ്യുന്നതെന്നാണ് യോഹന്നാന്റെ സുവിശേഷം 19:40 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ എന്ത് ചെയ്യുന്നുവെന്നാണ് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 40-ാം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിൻ്റെ മൃതശരീരം യഹൂദരുടെ സംസ്കാര രീതി അനുസരിച്ച് കച്ചയിൽ പൊതിഞ്ഞ് സംസ്കരിക്കുന്ന രംഗമാണ് കാണിക്കുന്നത്. ഉത്തരം ശരിയാണ്. 2 കാര്യങ്ങളാണ് അതിനകത്ത് പ്രസക്തമായിട്ടുള്ളത്. ഒന്ന്, യഹൂദരുടെ മൃതസംസ്കാര രീതി അനുസരിച്ച്. 2, എങ്ങനെയാണത്? സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ട് പൊതിഞ്ഞ്, കച്ചയിൽ പൊതിഞ്ഞ് ആണ് സംസ്കരിക്കുന്നത്. ഉത്തരം ശരിയാണ് പട്ടാമ്പി, പൂർണ്ണമായും ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. ധോണി, നിങ്ങൾക്കുള്ള ചിത്രമാണ്. റെഡി? എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്? ഇത് സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരു സംഭവമാണ്. അത് തന്നെ വിശുദ്ധ പത്രോസിന്റെ 2-ാം ലേഖനത്തിലും വീണ്ടും പരാമർശിക്കപ്പെടുന്നുണ്ട്. എന്താണ് ഈ സംഭവം? കാണാൻ കഴിഞ്ഞു അല്ലേ? പറയാം. ബോവാറിന്റെ മകനായ ബാലാമിനെ കഴുത വന്ന് തടസ്സപ്പെടുത്തുന്നത്. ഊമക്കഴുത വന്ന് തടസ്സപ്പെടുത്തുന്നത്. ബോറോമിന്റെ മകൻ ബാലാമിനെ ഒരു ഊമക്കഴുത വന്ന് അവന്റെ ഭ്രാന്ത് അവസാനിപ്പിക്കുന്ന ഒരു രംഗമാണ് കാണിച്ചത്. കഴുത വന്ന് ഊമക്കഴുതയുടെ രൂപത്തിൽ വന്ന അവൻ ഊമക്കഴുത തടസ്സപ്പെടുത്തി. ഊമക്കഴുത സംസാരിച്ച്. ധോണി, ആ സംഭവം നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ 2 പേർക്ക് അവസരം തന്നു മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കത് ഏകദേശം ഒരു ധാരണയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചിത്രം വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ പ്രധാന ടീമിന് ഇത് കഴിയുമെന്ന് നോക്കാം. പോയിന്റോട് കൂടിയല്ല എങ്കിൽ പോലും. ഊമക്കഴുത മനുഷ്യ സ്വരത്തിൽ സംസാരിച്ചുകൊണ്ട് ആ പ്രവാചകന്റെ ഭ്രാന്തിനെ അറുതി വരുത്തി. അത് മാത്രമല്ല സംഭവിച്ചത്, അല്ലേ? വെറുതെ ചുമ്മാ കഴുത അങ്ങ് സംസാരിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. അവിടെ സംഭവിക്കുന്നത് എന്താണ്? ആ ചിത്രത്തിൽ ദൃശ്യമാകാത്ത ഒരു കാര്യം കൂടി അവിടെ നടക്കുന്നുണ്ട്. എന്താണത്? ആ ചിത്രം ഒന്നുകൂടെ കാണാം. നോക്ക്.
അതിനകത്ത് എന്താണ് കാണുന്നത്? ഊരിയ വാളുമായി രാജഗിരി. അത് പൂർത്തീകരിച്ചു. ഊരിയ വാളുമായി ദൈവത്തിന്റെ ദൂതൻ ബാലാമിന്റെ വഴി തടസ്സപ്പെടുത്തി നിൽക്കുന്നു. എന്തുകൊണ്ടാണ് ബാലാമിന്റെ വഴി തടസ്സപ്പെടുത്തിയത്? ബാലാം അനീതിയുടെ മാർഗത്തിലാണ് പോയിരിക്കുന്നത്. അതായിരുന്നോ കാര്യം? അല്ല, ബാലാം ഇസ്രായേലിനെ ശപിക്കാനായി പോവുകയാണ്. അപ്പോൾ ദൈവം ദൂതനെ അയച്ചത് തടഞ്ഞിട്ട് ഇസ്രായേലിനെ ശപിക്കാൻ നീ പോകരുത് എന്ന് പറഞ്ഞു. ആ സമയത്ത് പ്രവാചകനായ ബാലാമിന് ദൂതനെ കാണാൻ പോലും പറ്റി. പക്ഷെ കഴുതയ്ക്കത് കാണാൻ പറ്റി. കഴുത അവിടെ നിലത്ത് കടന്നു. നിർഭാഗ്യവശാൽ നിങ്ങൾക്കത് കൃത്യമായി വിശദീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് പോയിൻ്റൊന്നും ലഭിക്കുന്നില്ല. ഈ ചോദ്യത്തോടു കൂടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് അന്വേഷിക്കാം എന്താണ് സ്കോർ ബോർഡ്. വന്നു, കണ്ടു, കീഴടക്കി. നമ്മുടെ അമ്മമാർ കീഴടക്കിയ ഉത്തരങ്ങളുടെ വില ഇങ്ങനെയാണ്. ടീം ധോണി 140 പോയിന്റുകൾ, ടീം രാജഗിരി 170 പോയിന്റുകൾ, ടീം പട്ടാമ്പി 90 പോയിന്റുകൾ. രസകരമായ ട്രഷർ ഹണ്ടിങ് റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ പറയുന്ന വചനം അതെവിടെയാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അക്ഷരങ്ങളോടും പദങ്ങളോടുമുള്ള ചിരപരിചിതത്വം അതെന്തുമാത്രമുണ്ട് എന്ന് മാറ്റൊരുക്കപ്പെടുന്ന സമയമാണിത്. നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നത് 30 സെക്കൻഡാണിത് കണ്ടെത്താൻ. കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഭാഗത്ത് വിരൽ വെച്ചുകൊണ്ട് അതിന് തൊട്ട് മുൻപുള്ള വചനഭാഗം തൊട്ട് നിങ്ങൾ വായിച്ച് കേൾപ്പിക്കണം. ഇത് 30 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 30 പോയിൻ്റാണ്. ഇനി ഇത് 20 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനൊരു 10 പോയിൻ്റ് സമ്മാനം കൂടി തരും. നമുക്ക് ആരംഭിക്കാം. ചോദ്യം ആരംഭിക്കുന്നത് ടീം പട്ടാമ്പിയിൽ നിന്നാണ്. പട്ടാമ്പി, നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല. എന്തെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല. ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ. വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല. ശരിയാണ് ടീം പട്ടാമ്പി, നിങ്ങൾ കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു. 10 പോയിന്റ് സമ്മാനവും ചേർത്ത് 40 പോയിന്റുകൾക്ക് അർഹമാകുന്നു. അടുത്ത അവസരം ടീം ധോണിയുടേതാണ്. ബൈബിളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഞാൻ പറഞ്ഞിട്ടേ ബൈബിൾ തൊടാവൂ. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. ദൈവത്തിൻ്റെ കൃപാവരത്താൽ ഞാൻ ഈ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായി. ദൈവത്തിൻ്റെ കൃപാവരത്താൽ ഞാൻ ഈ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായി. ഈ വെളിപാടനുസരിച്ച് വിജാതീയർ കൂട്ടവകാശികളും ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെയും യേശു ക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗഭാക്കുകളുമാണ്. ദൈവത്തിൻ്റെ കൃപാവരത്താൽ ഞാൻ ഈ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായി. അതാണ് ഉത്തരം ടീം ധോണി. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 10 പോയിന്റ് സമ്മാനവും ചേർത്ത് 40 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത അവസരം ടീം രാജഗിരിക്കുള്ളതാണ്. രാജഗിരി, നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. ഇതൊരു വലിയ രഹസ്യമാണ്. ഇതൊരു വലിയ രഹസ്യമാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. പാരഗ്രാഫ് മുഴുവൻ വായിക്കണമെന്നില്ല. നിങ്ങൾ കണ്ടെത്തിയത് ശരിയായി തന്നെയാണ് ടീം രാജഗിരി. നിങ്ങൾ സമയത്തിന് മുൻപ് ഇത് പൂർത്തീകരിച്ചു. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 40 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിൻ്റെ രണ്ടാമത്തെ ഘട്ടം അത് ഹെൽപ്പ് ഡെസ്കിനെ ഉൾപ്പെടുത്തിയുള്ള ഘട്ടമാണ്. വചനമാകുന്ന ആ മഹാനിധി, അതിൻ്റെ ഒരു വാചകം, ഒരു വചനഭാഗം വാക്കുകളായി മുറിച്ച് നമുക്ക് ലഭ്യമായിരിക്കുന്ന ടേബിളിൻ്റെ മുൻപിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉള്ള സമയം ആരംഭിക്കുമ്പോൾ നിങ്ങൾ അവിടെ വന്ന് അത് ക്രമീകരിച്ച് പൂർണ്ണതയുള്ള ഒരു വചനമാക്കി കണ്ടെത്തുക. അത്രയും നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഈ ബോർഡിൽ ഡിസ്പ്ലേ ചെയ്യാം. ഡിസ്പ്ലേ ചെയ്ത ശേഷം സമയത്തിനുള്ളിൽ അത് വായിച്ചു തുടങ്ങാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് 30 പോയിൻ്റാണ്. നിങ്ങൾക്കുള്ള സമയം 1.5 മിനിറ്റാണ്. ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് 1 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വിസ് മാസ്റ്റർ വക 10 പോയിൻ്റ് സമ്മാനവും കിട്ടും. റെഡിയാണോ?
നമ്മൾ ആരംഭിക്കുന്നത് ടീം പട്ടാമ്പിയിൽ നിന്നാണ്. പട്ടാമ്പി റെഡിയാണോ? വരും. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഞാൻ ഇതെല്ലാം ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നത് എൻ്റെ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ അവർക്കുണ്ടാകേണ്ടതിനാണ്. ഇതെല്ലാം ലോകത്തിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ അവർക്കുണ്ടാകേണ്ടതിനാണ്. ഞാനൊന്ന് അങ്ങോട്ട് മാറുന്നു, അതൊരു കുഴപ്പമുള്ള കാര്യമല്ല. ടീം പട്ടാമ്പി, നിങ്ങൾ സമയത്തിന് മുൻപേ അത് പൂർത്തീകരിച്ചു. നിങ്ങൾക്ക് 10 പോയിന്റ് സമ്മാനവും ചേർത്ത് 40 പോയിന്റുകൾ നൽകുകയാണ്. അഭിനന്ദനങ്ങൾ. ഇരിക്കാം. ധോണി, നിങ്ങൾ റെഡിയാണോ? വരൂ. റെഡിയാണ് അല്ലേ? 1 2 3 സ്റ്റാർട്ട്. ആറ് സെക്കൻഡ് കൂടി, 3 സെക്കൻഡ് കൂടി, 2 സെക്കൻഡ്. സമയം പൂർത്തിയായിരിക്കുകയാണ്. നിങ്ങൾ വായിച്ചില്ല. എന്തുകൊണ്ട് വായിച്ചില്ല? ഇല്ല, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളാണിത് ക്രമീകരിച്ച് വായിക്കേണ്ടത്. നിങ്ങളത് വായിച്ചില്ല. ശരി, നിങ്ങൾ പൂർത്തീകരിച്ച് എങ്ങനെയാണെന്ന് വായിച്ച് കേൾപ്പിക്കും. നീ എനിക്ക് തന്നവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല. ഇതാ പറഞ്ഞ് അവൻ വചനം മൊത്തത്തിൽ വായിച്ചാലും തെറ്റാകുമായിരുന്നു. സാരമില്ല. ആ വചനം ശരിക്കും ഇങ്ങനെയാണ്. നീ എനിക്ക് തന്നവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്ന് അവൻ പറഞ്ഞ വചനം പൂർത്തിയാകാൻ വേണ്ടിയായിരുന്നു ഇത്. ഇതിൻ്റെ അറ്റത്തൊരു ഫുൾ സ്റ്റോപ്പൊക്കെ കാണാമായിരുന്നു. അത് അവസാനം വെച്ചാൽ തന്നെയും നിങ്ങൾക്ക് കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയാനായിരുന്നു. സാരമാക്കണ്ട, നമുക്ക് ഇരിപ്പിടങ്ങളിലേക്ക് പോകാം. ടീം രാജഗിരി റെഡിയാണ്? വരൂ. One, 2, 3, start.
യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. ടീം രാജഗിരി, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലേപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ശരിയായ പൂർണ്ണത. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. 4ാമത്തെ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി നമ്മെ കാത്തിരിക്കുന്നത് 5ാമത്തേതും അവസാനത്തേതുമായ റൗണ്ടാണ്. നിർണായകമായ നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് എന്താണ് സ്കോർ എന്ന് നമുക്ക് പരിശോധിക്കാം. സ്കോർ ബോർഡിലേക്ക് പോകാം. റോസലിൻ, ഹിമ. ട്രഷർ ഹണ്ട് റൗണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ ടീം ധോണി നേടിയിരിക്കുന്നു 180 പോയിന്റുകൾ. ടീം രാജഗിരി നേടിയിരിക്കുന്നു 240 പോയിന്റുകൾ. ടീം പട്ടാമ്പി നേടിയിരിക്കുന്നു 170 പോയിന്റുകൾ. ഈ മത്സരത്തിൻ്റെ അവസാന ലാപ്പിലേക്ക് നാം നീങ്ങുകയാണ്. ആരാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത് ഈ റൗണ്ടാണ്. ചോദ്യം നിങ്ങൾ വില കൊടുത്തു വാങ്ങുകയാണ്. 3 ചോദ്യങ്ങൾ വരെയാണ് നിങ്ങൾക്ക് വാങ്ങാവുന്നത്. 1ാമത്തെയും 2ാമത്തെയും ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്ക് ഉപയോഗിക്കാം. ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്തോടെ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾ തന്ന പോയിന്റ് മാത്രം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും. നഷ്ടമുണ്ടാവില്ല എന്നർത്ഥം. ഇനി 3ാമത് മറ്റൊരു ചാൻസ് ഉണ്ട്, മറ്റൊരു അവസരമുണ്ട്, മറ്റൊരു സാധ്യതയുണ്ട്. അതിതാണ്, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ചോദ്യത്തിൽ നിങ്ങൾ തൃപ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം, ഞങ്ങൾക്ക് ഈ ചോദ്യം വേണ്ട എന്ന് പറയാം. അപ്പോൾ മുൻപിൽ കാണുന്ന ബൗളിൽ നിന്ന് ഒരു ചോദ്യം തിരഞ്ഞെടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഞാൻ തരും. നിങ്ങൾക്ക് വന്ന് അതിൽ നിന്നൊരു ചോദ്യം തിരഞ്ഞെടുക്കാം. ആ ചോദ്യമായിരിക്കും നിങ്ങളുടെ ചോദ്യം. വ്യക്തമാണോ? നമുക്ക് ആരംഭിക്കാം. ടീം പട്ടാമ്പി, തരൂ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1ാമത്തെ അധ്യായത്തിൻ്റെ ആരംഭത്തിൻ്റെ പശ്ചാത്തലത്തിൽ 19ാം പാരഗ്രാഫിൽ ദൈവോർമ്മമിൻ്റെ പാരഗ്രാഫിൽ സുവിശേഷം രേഖപ്പെടുത്തിയത് നാം എന്തറിയുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നുവെന്നാണ് നാം പഠിച്ചത്. ഹെൽപ്പ് ഡെസ്ക് വേണം, കൊടുക്കാം. സത്യം. സത്യം. സത്യമായ ദൈവവചനം. അങ്ങനെയാണ് നിങ്ങളുടെ ഉത്തരം. നിർഭാഗ്യവശാൽ ടീം പട്ടാമ്പി, നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. തന്ന 30 പോയിന്റുകൾ നിങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടമാവുകയാണ്. ചോദ്യത്തിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്: നമ്മെ പ്രബോധിപ്പിച്ചിട്ടുള്ള വചനങ്ങളുടെ വിശ്വാസ്യത നാം അറിയാൻ വേണ്ടിയാണ്, നമ്മെ പഠിപ്പിച്ചിട്ടുള്ള വചനത്തിൻ്റെ വിശ്വാസ്യത നാം അറിയാൻ വേണ്ടിയാണ് സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് 19ാമത്തെ പാരഗ്രാഫിൽ നിങ്ങൾ പഠിച്ചത്. സാരമില്ല. പട്ടാമ്പി, ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇനിയും ചോദ്യം എടുക്കാനാണ് പോകുന്നത്. നഷ്ടപ്പെടാൻ ഇടയുണ്ടോ? ചോദ്യം എടുക്കണോ? ആരോടെങ്കിലും ചോദിക്കണോ? നിങ്ങൾക്ക് ചോദിച്ചു. പ്രൊസീഡ് ചെയ്യാൻ പോകും. ചോദ്യം എടുക്കാൻ പോവുകയാണ്. തരൂ. പട്ടാമ്പി, വീണ്ടും 40 പോയിന്റുകൾ നിങ്ങൾക്ക് കൈവിട്ടു എന്ന് പറയാനായിട്ടില്ല. ഈ നിമിഷം അത് കൈവിട്ടു എന്നേ ഉള്ളൂ. ഒരുപക്ഷെ 80 പോയിന്റായി നിങ്ങൾക്ക് തിരിച്ചു കിട്ടാം. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: ദൈവത്തെപ്പറ്റിയും മനുഷ്യരക്ഷയെപ്പറ്റിയുമുള്ള ആന്തരിക രഹസ്യങ്ങൾ മിശിഹായിൽ നമുക്ക് സ്പഷ്ടമാകുന്നത് എന്തുവഴിയാണെന്നാണ് 2ാമത്തെ പാരഗ്രാഫിൽ നിങ്ങൾ പഠിച്ചത്. ദൈവാവിഷ്കരണം വഴി. ഉത്തരം ശരിയാണ്. ദൈവാവിഷ്കരണം വഴിയാണ്. അതായത് കർത്താവായ മിശിഹായിലൂടെ തന്നെ ദൈവം വെളിപ്പെടുത്തിയതിലൂടെയാണ് ദൈവിക രഹസ്യങ്ങൾ മനുഷ്യന് ലഭ്യമായത്. ഉത്തരം ശരിയാണ്. 80 പോയിന്റുകൾക്ക് അർഹമാകുന്നു. ഇനി എങ്ങനെയാണ്? നഷ്ടപ്പെട്ടതും കുറച്ചും കൂടെ കിട്ടി. ഇനി ഉള്ളത് കളയണോ അതോ 100-ന് വേണ്ടി ശ്രമിക്കണോ? എന്താ തീരുമാനിക്കുന്നത്? അവരോട് ചോദിക്കണോ? ചോദിച്ചു. അവർ ചോദ്യം എടുക്കാനാണ് പറയുന്നത് അല്ലേ? എന്നാ എടുക്ക. ചോദിച്ചിട്ടാകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ വിഷമമൊന്നും വേണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഇടവരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: ഈ പുസ്തകങ്ങൾ അപൂർണവും താൽക്കാലികവുമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നെങ്കിലും സത്യമായ ദൈവിക പ്രബോധനം വെളിവാക്കുന്നു. ഏത് പുസ്തകങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്? പഴയ നിയമ പുസ്തകങ്ങൾ. ഉത്തരം ശരിയാണ്. പഴയ നിയമ പുസ്തകങ്ങളാണ്. ടീം പട്ടാമ്പി, ഈ ചോദ്യം എടുക്കാമെന്നുള്ള നിങ്ങളുടെ തീരുമാനം ശരിയായിരുന്നു. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 100 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ.
അങ്ങനെ നിങ്ങളുടെ ഈ മത്സരത്തിലെ റോള് അവസാനിക്കുമ്പോൾ സന്തോഷഭരിതമായിട്ടാണ് അത് അവസാനിക്കുന്നത്, അല്ലേ? നമ്മൾ പോവുകയാണ് അടുത്ത ടീമിൻ്റെ അടുത്തേക്ക്. ടീം ധോണി, എന്താണ് നിങ്ങളുടെ സ്ഥിതി? കുഴപ്പമില്ലാത്ത സ്ഥിതിയാണ്. നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ചോദ്യം എടുക്കേണ്ടി വരുമോ? ചോദ്യം എന്തായാലും എടുക്കണം. അതോ ഇപ്പോൾ നിൽക്കുന്ന സേഫ് സോണിൽ നിന്നിട്ട് അടുത്ത ടീം താഴ്ത്തോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണോ? വേണ്ട, നമ്മൾ മുകളിലേക്ക് കയറാനാണ് നോക്കുന്നത്, അല്ലേ? ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, എങ്ങാനും പോയിന്റ് നഷ്ടപ്പെട്ടാലോ? നഷ്ടപ്പെടട്ടെ, ആ ധൈര്യമാണ്. എടുക്ക്. തൽക്കാലം ഒരു 30 പോയിന്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ചോദ്യത്തിലേക്ക് പോകാം, അല്ലേ? ചോദ്യം ഇതാണ്: വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ വായനയുടെ കൂടെ ഒരു കാര്യം കൂടെ ഉണ്ടാകണം. കാരണം ദൈവവും മനുഷ്യനും തമ്മിൽ സംഭാഷണം ചെയ്യുന്നതിന് അത് ആവശ്യമാണ്. ഏത് കാര്യം കൂടെ വേണമെന്നാണ് പറയുന്നത്? പ്രാർത്ഥന. അതാണ് അതിൻ്റെ ഉത്തരം. പ്രാർത്ഥന കൂടി വേണം. വിശുദ്ധ ഗ്രന്ഥം വായിച്ചാൽ മാത്രം പോരത്, പ്രാർത്ഥനാപൂർവ്വം വായിക്കണം എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ടീം ധോണി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 60 പോയിന്റുകൾ. ടീം ധോണി, ഈ നിമിഷം നിങ്ങളുടെ സ്ഥിതി എന്താണ്? 1ാം സ്ഥാനത്താണോ? അല്ല. ഇപ്പൊ 1ാം സ്ഥാനത്തല്ല? അല്ലെന്നാണോ? എനിക്ക് അറിഞ്ഞുകൂടെ? ഞാനത് അല്ല. അടുത്ത ഒരു ചോദ്യം എടുക്കേണ്ടി വരുമായിരിക്കും അപ്പോൾ, അല്ലേ? അതോ ഇവിടെ നിൽക്കാനാണോ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ആരോടെങ്കിലും ചോദിക്കാനുണ്ടോ? 1ാം സ്ഥാനം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ചോദ്യം കൂടെ. നിങ്ങൾക്ക് അഭിപ്രായം ചോദിക്കാനൊന്നുമില്ല, നിങ്ങൾ തന്നെ തീരുമാനിക്കുകയാണ്. എടുത്തോളൂ. റെഡിയാണ് അല്ലേ? ചോദിക്കട്ടെ. തൽക്കാലം 40 പോയിന്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ ഇടവരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ചോദ്യം ഇതാണ്: മനുഷ്യൻ്റെ ചിന്തയ്ക്കപ്പുറത്തുള്ള ദൈവീക കാര്യങ്ങൾ മനുഷ്യകുലത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ എല്ലാവർക്കും എളുപ്പത്തിലും ദൃഢമായ സുനിശ്ചിതത്വത്തോടുകൂടെയും പ്രമാദലേശമില്ലാതെയും എന്ന് പറഞ്ഞ ആശങ്കയൊന്നുമില്ലാതെയും അറിയാൻ കഴിയുന്നത് എന്തുവഴിയാണ് എന്നാണ് ചോദിക്കാം. മനുഷ്യൻ്റെ ചിന്തയ്ക്ക് അപ്പുറത്തുള്ള ദൈവീക രഹസ്യങ്ങൾ മനുഷ്യകുലത്തിന് ഇന്നത്തെ ഈ അവസ്ഥയിൽ എല്ലാവർക്കും എളുപ്പത്തിലും സുദൃഢമായ സുനിശ്ചിതത്വത്തോടുകൂടെയും പ്രമാദലേശമില്ലാതെയും അറിയാൻ കഴിയുന്നത് എന്തുവഴിയാണ് എന്നാണ്. അവിടുത്തെ ആവിഷ്കാരം വഴിയാണ്. ഉത്തരം ശരിയാണ്. ദൈവ ആവിഷ്കാരം വഴിയാണ്, ദൈവിക വെളിപ്പെടുത്തൽ വഴിയാണ്. ടീം ധോണി, നിങ്ങൾ സ്വന്തമാക്കുകയാണ് 80 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. 80 പോയിന്റ് കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷം പോയോ? ഇല്ല. ടെൻഷനായോ? ഇപ്പോൾ നിങ്ങളുടെ സ്ഥിതി എന്താണ്? പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ 1ാം സ്ഥാനത്താണ് ഇപ്പോൾ, അല്ലേ? ആണോ? ഇപ്പോൾ ഈ നിമിഷം അങ്ങനെ വിചാരിക്കണം, അല്ലേ ഹിമ? അങ്ങനെ ആയിരിക്കണം എന്ന് തോന്നുന്നു, അല്ലേ? നിങ്ങളത് പറയാതിരിക്കുന്നു ഇനി എന്ത് സംഭവിക്കുമെന്ന് ആശങ്കയുള്ളത് കൊണ്ടാണ്. പക്ഷേ തൽക്കാലം നിങ്ങൾ ഈ സമയത്ത് 1ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഈ 1ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ തീരുമാനം എന്താ? ഇവിടെ തന്നെ നിന്നുകൊണ്ട് ഭാഗ്യം പരീക്ഷിക്കണോ? അതോ ഒരു ചോദ്യം കൂടി എടുത്ത് പുറകോട്ട് പോകാനുള്ള സാധ്യത പോലും ഉണ്ടായിരിക്കുന്ന ആ ചോദ്യം എടുക്കണം? ആരോടെങ്കിലും ചോദിക്കാനുണ്ടോ? 3ാമത്തെ ചോദ്യമായതുകൊണ്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം ഉണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിനോട് അഭിപ്രായം ചോദിക്കണം. ഒരു വിദഗ്ധ അഭിപ്രായം അന്വേഷിക്കണം. വേണ്ട, എൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ചോദ്യം എടുക്കാൻ പോവുകയാണ്, എടുക്കുകയാണ്. തരൂ. ടീം ധോണി, നിർണായക നിമിഷങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ് ഭാവി നിർണ്ണയിക്കുന്നത്, അല്ലേ? നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ നിങ്ങൾ അകത്തോ പുറത്തോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും, അല്ലേ? ചോദ്യത്തിലേക്ക് പോകാം, അല്ലേ? പോട്ടെ. ചോദ്യം ഇതാ: ദൈവവചനം സംരക്ഷിക്കാനും വ്യാഖ്യാനിക്കാനുമുള്ള കൽപ്പനയും കടമയും ദൈവദത്തമായി തന്നെ നിർവഹിക്കുന്നത് ആരാണ്? സഭ. ഉത്തരം ശരിയാണത്. തിരുസഭയാണ്. ടീം ധോണി 100 പോയിന്റുകൾ കരസ്ഥമാക്കുകയാണ്. നിങ്ങളുടെ ഈ ഉത്തരം അടുത്ത ടീമിൽ അല്പം ആശങ്കയും നെഞ്ചെടുപ്പും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നാം പോവുകയാണ് അടുത്ത ടീമിലേക്ക്. ടീം രാജഗിരി, എന്താണ് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ? ഇപ്പോൾ 2ാം സ്ഥാനത്താണ്. 2ാം സ്ഥാനത്താണ്. ഇത്ര നേരം നിങ്ങൾ 1ാം സ്ഥാനത്താണ് നിന്നിരുന്നത്, ആയിരുന്നു, അല്ലേ? 2ാം സ്ഥാനത്താണ്. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ചോദ്യം എടുക്കാൻ പോവുകയാണ്, അല്ലേ? തന്നോളൂ. ചോദ്യം ഇതാണ്: വിശുദ്ധ ലിഖിതങ്ങൾ എഴുതപ്പെട്ട അരൂപിയിൽ തന്നെ വായിക്കാനും വ്യാഖ്യാനിക്കാനും 3 കാര്യങ്ങൾ പരിശോധിക്കണം. അതിൽ ഒന്നാമത്തേത് വിശുദ്ധ ലിഖിതങ്ങളുടെ മുഴുവൻ ഉള്ളടക്കവും ഏകദാനതയും പരിശോധിക്കണമെന്നുള്ളതാണ്. രണ്ടാമത്തേത്
സാർവത്രിക സഭയുടെ സജീവ പാരമ്പര്യത്തിൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കണം എന്നുള്ളതാണ്. എന്താണ് മൂന്നാമത്തേത് എന്നതാണ് ചോദ്യം. നിങ്ങൾക്ക് രണ്ട് സാധ്യതകളുണ്ട്. ഹെൽപ്പ് ഡെസ്കിന് സഹായം തേടാം, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം പറയാം. ഹെൽപ്പ് ഡെസ്ക് വേണം. ഹെൽപ്പ് ഡെസ്ക് വേണം. പറഞ്ഞോളൂ. അവ എഴുതപ്പെട്ട അരൂപിയുടെ വെളിച്ചത്തിൽ തന്നെ വായിക്കണം. അവ എഴുതപ്പെട്ട അരൂപിയുടെ വെളിച്ചത്തിൽ വായിക്കണം എന്നുള്ളതല്ല ഇതിൻ്റെ ഉത്തരം. തെറ്റിപ്പോയി. ഈ നിർണായക നിമിഷത്തിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മൂന്നാമത്തെ ഓപ്ഷൻ ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. സാരമില്ല, നിങ്ങളുടെ പോയിന്റുകൾ നഷ്ടപ്പെടുകയാണ്. 30 പോയിന്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. വിശ്വാസത്തിൻ്റെ സാധർമ്മ്യം കണക്കിലെടുക്കണം എന്നതായിരുന്നു അത്. ശരിയല്ല? അത് ഓർക്കുന്നുണ്ടോ? വിശ്വാസത്തിൻ്റെ സാധർമ്മ്യം കണക്കിലെടുത്ത് വ്യാഖ്യാനിക്കണം എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിശ്വാസ രഹസ്യങ്ങൾ തമ്മിലും അവയ്ക്ക് രക്ഷാചരിത്രത്തോട് മൊത്തത്തിൽ, പ്രബോധനങ്ങളോട് മൊത്തത്തിലുള്ള ബന്ധം അത് കണക്കിലെടുത്ത് വേണം പഠിക്കാനെന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? സാരമില്ല, 30 പോയിന്റുകൾ കിസ് മാസ്റ്ററുടേതായിരിക്കുകയാണ്. എങ്ങനെയാണ്? അടുത്ത ചോദ്യം എടുക്കണം? എടുക്കും. തരും. ചോദിക്കട്ടെ? ടെൻഷനുണ്ടോ? ശാന്തമായി ശ്രദ്ധാപൂർവം കേൾക്കാം. ചോദ്യം ഇതാണ്: വിശുദ്ധ ഗ്രന്ഥകർത്താക്കൾ സുവിശേഷങ്ങൾ എഴുതിയത് ചിലതെല്ലാം പലതിൽ നിന്ന് തിരഞ്ഞെടുത്താണ് എന്ന് 19ാമത്തെ പാരഗ്രാഫിൽ നമ്മൾ വായിക്കും. എന്തിൽ നിന്നൊക്കെ തിരഞ്ഞെടുത്തതിനെക്കുറിച്ചാണ് പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥകർത്താക്കൾ സുവിശേഷങ്ങൾ എഴുതിയത് ചിലതെല്ലാം പലതിൽ നിന്ന് തിരഞ്ഞെടുത്താണ് എന്ന് 19ാം പാരഗ്രാഫിൽ നമ്മൾ വായിക്കും. എന്തിൽ നിന്നൊക്കെ തിരഞ്ഞെടുത്തതിനെക്കുറിച്ചാണ് പറയുന്നത്. ചിലതെല്ലാം വാങ്മൂലമോ, ചിലത് സഭയുടെ പശ്ചാത്തലം കണക്കിലെടുത്ത് വിശദീകരിച്ചും, ചിലതെല്ലാം സമന്വയിപ്പിച്ചും. ടീം രാജഗിരി, നിർഭാഗ്യവശാൽ നിങ്ങൾ പറഞ്ഞു തുടങ്ങിയതായിരുന്നു ശരി. ചിലതെല്ലാം വാങ്മൂലമോ എന്ന് പറഞ്ഞു. വാഗ്മൂലമോ രേഖാമൂലമോ നൽകപ്പെട്ടവയിൽ നിന്ന് എന്നാണ് അതിൻ്റെ ഉത്തരം. വാചികമായോ ലിഖിതമായോ നൽകപ്പെട്ടത് എന്നതായിരുന്നു അതിൻ്റെ ഉത്തരം. അവ്യക്തതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 സാധ്യതകൾ ഇപ്പോഴും തുറന്നിരിക്കുകയാണ്. 40 പോയിന്റുകൾ കിസ് മാസ്റ്ററുടേതായിരിക്കുകയാണ്. രാജഗിരി, എങ്ങനെയാണ് അടുത്ത ചോദ്യം? എടുക്കും. തരും. ചോദ്യം ഇതാണ്: ഈശോ അരുൾ ചെയ്തവയും പ്രവർത്തിച്ചവയും ശ്ലീഹന്മാർ കൂടുതൽ പൂർണ്ണമായ അറിവോടുകൂടെ കൈമാറി. ഏത് സംഭവത്തിന് ശേഷമാണ് ഇത് നടന്നത് എന്നാണ് 19ാം പാരഗ്രാഫിൽ നാം വായിച്ചത്. ഈശോയുടെ മഹത്വപൂർണമായ ഉദ്ധാനത്തിന് ശേഷം. ഉത്തരം ശരിയാണ്. ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷമാണ് സംഭവിച്ചത്. ടീം രാജഗിരിക്ക് ലഭിക്കുകയാണ് 100 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. മൂന്നാമത്തെ ഏറ്റവും വില കൂടിയ സമ്മാനം 100 പോയിന്റുകൾ കരസ്ഥമാക്കിയിട്ടാണ് രാജഗിരി ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് അറിഞ്ഞുകൂടാ ആരാണ് മുൻപിൽ, രാജഗിരിയാണോ ധോണിയാണോ? അറിഞ്ഞുകൂടാ. നമുക്ക് അന്വേഷിക്കാം. $220 പോയിന്റുമായി 3ാം സ്ഥാനത്ത് ടീം രാജഗിരി. 230 പോയിന്റുമായി 2ാം സ്ഥാനത്ത് ടീം പട്ടാമ്പി. 300 പോയിന്റുമായി 1ാം സ്ഥാനത്ത് ടീം ധോണി. ടീം പട്ടാമ്പി എന്ത് പറയുന്നു? നിങ്ങൾ ഇടയ്ക്ക് എപ്പോഴോ 1ാം സ്ഥാനം നഷ്ടപ്പെട്ടതുപോലെ, അങ്ങ് കൈവിട്ടതുപോലെ നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെ സംഭവിച്ചിരുന്നു? ഇടയ്ക്കൊന്ന് സങ്കടമായി, പക്ഷെ ബസർ കിട്ടിയില്ല. പിന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞങ്ങളുടെ പോയി. അങ്ങനെ ചെറിയൊരു മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നു. അല്ലെങ്കിൽ ദൈവാവിഷ്കരണത്തിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് ടഫായിട്ട് ഫീൽ ചെയ്ത്. ബാക്കി ഇവരോടൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് അറിയാമായിരുന്നു. അതൊക്കെ അറിയായിരുന്നു. നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം ഷഫിൾ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. സാരമില്ല. ടീം രാജഗിരി, എന്താണ് നിങ്ങളുടെ സ്ഥിതി? തിരിച്ച് വീട്ടിലേക്ക് പോവാം, അത്രേ ഉള്ളൂ. തിരിച്ച് വീട്ടിലേക്ക് പോകാം. നിങ്ങൾ സന്തോഷത്തോടെയാണ് വീട്ടിലേക്ക് പോകുന്നത്? അല്ല, കുറച്ച് സങ്കടമൊക്കെ ഉണ്ട്. നിങ്ങൾ നന്നായി പഠിച്ചിരുന്നു, പക്ഷേ ക്വസ്റ്റ്യൻസ് ശരിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. എങ്ങനെ പഠിക്കണം, അല്ല ഞങ്ങൾക്കത് എങ്ങനെ പഠിക്കണം എന്നുള്ളതിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. 2ാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകൾ
അപ്പോൾ അത് മനസ്സിലാക്കി ശരിയാണ്. വന്നതിൻ്റെ തീർച്ചയായും ദൈവവർബും അതതിൻ്റെ പരിഭാഷ ഉപയോഗിച്ച് പഠിക്കൽ അത്ര എളുപ്പമല്ല. ഒരുപക്ഷേ അതിൻ്റെ ഒറിജിനൽ ഭാഷയിലാണെങ്കിലോ ഈവൻ ഇംഗ്ലീഷിലാണെങ്കിൽ പോലും കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. മലയാള ഭാഷയുടെ പദങ്ങളൊക്കെ ഞാൻ പലപ്പോഴും എന്നിട്ടും അതിനെ കുറെ കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഞാനത് ചോദ്യം ആക്കി മാറ്റിയത്, നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നത് പോലെ. പിന്നെ മറ്റൊരു ഉത്തരം അതിനുണ്ടാകരുത് എന്നുള്ള വ്യക്തതയോടുകൂടെയൊക്കെയാണ് ചോദ്യങ്ങൾ ക്രമീകരിക്കാൻ ശ്രമിച്ചത്. എന്നാൽ തന്നെ എനിക്കത് മനസ്സിലാവും കുറച്ച് ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും തുടക്കത്തിൽ ഇടയ്ക്കെപ്പോഴോ നിങ്ങൾ ഒന്നാം സ്ഥാനത്തായിരുന്നു താനും അല്ലേ? ആയിരുന്നു. ബൈബിൾ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു. ബൈബിൾ പഠിക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് സമയം കുറവായിരുന്നു. അച്ഛനിപ്പോൾ ഈ 4 ദിവസങ്ങൾക്ക് അവധി കിട്ടിയില്ലേ, പഠിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് അവധിയൊന്നും ഇല്ലായിരുന്നു സത്യത്തിൽ. കുട്ടികളുടെ മത്സരങ്ങളൊക്കെ ആയിട്ട് CML തിരുബാലസഖ്യം, അപ്പോൾ അതിനെല്ലാത്തിനും ഞങ്ങൾ തന്നെയാണ് ഹെൽപ്പ് ചെയ്തത്. നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് സമയക്കുറവുകൊണ്ട് സാരമില്ല, നിങ്ങൾ ഒത്തിരി അധ്വാനിക്കുകയും നല്ല കാര്യങ്ങൾ ധാരാളമായി ചെയ്യുകയും ചെയ്തിട്ടാണ്. സങ്കടപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല അല്ലേ? നിങ്ങൾ 3 റൗണ്ട് വരെ എത്തി, നന്നായി നിങ്ങൾ പങ്കെടുത്തു. അതുകൊണ്ട് അഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ച് തന്നെയാണ് നിങ്ങൾ മടങ്ങിപ്പോകേണ്ടത്. ഞങ്ങൾ നിങ്ങളെ സ്നേഹത്തോടെയാണ് യാത്രയാക്കുന്നത്. സ്നേഹം മാത്രമല്ല, ഞങ്ങൾക്ക് എന്നും ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരു നല്ല മെമൻറ്റോ സമ്മാനവും തന്നാണ് നിങ്ങളെ യാത്രയാക്കുന്നത്. ഇവർക്ക് ഉപഹാരങ്ങൾ സമ്മാനിക്കുന്നതിന് വേണ്ടി പാലക്കാട് രൂപതയുടെ മാതൃവേദി ഡയറക്ടർ പ്രിയബഹുമാനപ്പെട്ട ബിജു കല്ലിങ്കലച്ചനും അച്ഛനെ സഹായിക്കുന്ന സിസ്റ്റർ ലിൻഡ മാതൃവേദിയുടെ ആനിമേറ്റർ രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഹൃദയപൂർവ്വം നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം ഈ വേദിയിലേക്ക്. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും. ടീം ധോണിയെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് പെനുവേൽ മദേഴ്സ് ബൈബിൾ കിസ് സീസൺ 2 ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നാം വീണ്ടും കണ്ടുമുട്ടും പുതിയ ചോദ്യങ്ങളും പുതിയ ടീമുകളുമായി അടുത്ത എപ്പിസോഡിൽ. അതുവരെ മിശിഹായുടെ സ്നേഹത്തിലായിരിക്കുക, തിരുസഭയോട് ചേർന്നിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.